മുദ്രാവാക്യങ്ങളാണ് അവർ ഇതിൽ ഉപയോഗിക്കുന്നത്. വേറൊന്നുമല്ല, വന്ദേ മാതരം പാടാൻ വി.ഡി. സതീശന് മടിയെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന്? കാരണം നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ പലരും പറയുന്നുണ്ട് വന്ദേ മാതരം പാടത്തില്ല എന്ന് നമ്മൾ പലരും പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കേരളത്തിലെങ്ങും കനക്കുകയാണ്. സംസ്ഥാനത്തെ പല ജില്ലകളിലും യുവമോർച്ചയുടെ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യങ്ങളാണ് അവർ ഇതിൽ ഉപയോഗിക്കുന്നത്. വേറൊന്നുമല്ല, വന്ദേ മാതരം പാടാൻ വി.ഡി. സതീശന് മടിയെങ്കിൽ പോടാ പുല്ലേ പാകിസ്ഥാനിലേക്ക് എന്നാണ് അവർ വിളിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുമോ എന്ന് പത്രമാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്ദേ മാതരം ആലപിക്കുന്നതിൽ ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ഇറക്കിയ കത്തുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെയാണ് സർക്കാരിന്റെ നയങ്ങളാണ് ചീഫ് സെക്രട്ടറി നടപ്പാക്കുന്നത്. ഇതുവരെ ആ കത്ത് പിൻവലിച്ചിട്ടില്ല. സർക്കാരിന്റെ നിലപാട് ഇന്നിപ്പോ 2 ദിവസത്തോട് സ്വാതന്ത്ര്യ ദിനത്തിൽ അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ചീഫ് സെക്രട്ടറി കത്ത് പിൻവലിക്കണം ആവശ്യപ്പെടും. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ മത്സരങ്ങൾ നടക്കാൻ ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. എന്താണെന്നോ, അത് സ്വാതന്ത്ര്യ ദിനത്തിന് നമുക്ക് കാണാം, പാടുമോ ഇല്ലയോ എന്നാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അതായത് സ്കൂളുകളിൽ വന്ദേ മാതരം പാടേണ്ടതില്ല എന്ന് പറഞ്ഞു വന്നത്. അതായത് 2 വരി പാടാമെന്ന് ഇവിടെ പലരും ഒക്കെ പറഞ്ഞപ്പോൾ ആ 2 വരി പോലും പാടണ്ട, പകരം ദേശീയഗാനം മാത്രം ആലപിച്ചാൽ മതി എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് എല്ലായിടത്തും കൈമാറിയത്. അപ്പൊ അത് പ്രകാരം സ്കൂളിൽ പോലും വന്ദേ മാതരം ആലപിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിന്റെ ഇടയ്ക്ക്, അതായത് തുടക്കത്തിലെ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നത് ചീഫ് സെക്രട്ടറി എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയ സാഹചര്യത്തില് അന്ന് ആദ്യമായിട്ട് ഇതിന് കുറുകെ വന്നു നിന്നത് മറ്റാരുമല്ല, നമ്മളുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ മാത്രമാണ്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയനെ കടത്തി വെട്ടിക്കൊണ്ട് അന്ന് പറഞ്ഞത് P. കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ നമ്മുടെ സ്വന്തം ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ K. മുരളീധരൻ പറഞ്ഞത് 2 വരി വരെയൊക്കെ പാടാം, അതൊക്കെ പാടാനായിട്ട് നമുക്ക് അറിയാമല്ലോ എന്നാണ്. പക്ഷേ സ്വാതന്ത്ര്യ ദിനത്തിൽ ആലപിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 2 വരിയുമില്ല, വന്ദേ മാതരം നിഘണ്ടുവിനെ മാറ്റിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വന്ദേ മാതരം 2 വരി പോലും ഇവർക്ക് പാടാൻ കഴിയില്ലാത്തത്? കാരണം നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ പലരും പറയുന്നുണ്ട് വന്ദേ മാതരം പാടത്തില്ല എന്ന് നമ്മൾ പലരും പറയുന്നത് കേട്ടതാണ്. യഥാർത്ഥത്തിൽ വന്ദേ മാതരം പാടിയാൽ എന്താണ് ഈ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ വന്ദേ മാതരം പാടുന്ന നേരം കൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടതായിരുന്നു ഈ ചാനലിൽ തന്നെ. ആ വീഡിയോ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നതാണ്. കാരണം ഇന്ത്യയിൽ ജനിച്ചു നാം, ഇന്ത്യയിൽ വളർന്നു നാം എന്ന് ഇന്ത്യയുടെ കൊടിയും പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം മാത്രം ഇവർക്ക് ആലപിക്കാൻ കഴിയുന്നില്ല. ഇവർ ഇന്ത്യയിൽ ജനിച്ചതാണ്, ഇവർ ഇന്ത്യയിൽ വളർന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ഇവർ സർട്ടിഫൈഡ് രാജ്യസ്നേഹം കാണിക്കാനായിട്ട് ഇങ്ങനെ തെരുവിലിറങ്ങേണ്ട ആവശ്യമുണ്ടോ, അതിന്റെ കാര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുക. പലയിടത്തും നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടതാണ്. ദേശീയ പതാക ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇവര് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ കൂടി ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. എന്തുകൊണ്ടാണ് ഈ ദേശീയ പതാക ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് വന്ദേ മാതരം എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസികളുടെയാണ്. ഏകദൈവ വിശ്വാസികൾക്ക് അത് ഒരിക്കലും ചൊല്ലാൻ പാടില്ല എന്നാണ് KT ജലീലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏകദൈവ വിശ്വാസികൾ അവരുടെ വിശ്വാസം മാത്രം മുതലെടുത്തിട്ട് അവരുടെ വിശ്വസിച്ചോട്ടെ, അതൊന്നും ആരും ഇവിടെ വിശ്വസിക്കേണ്ട ഒന്നും ആരും
ആരും പറയുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരുടെ ആരാധനാ ദൈവമായ അല്ലാഹു അക്ബറിന്റെ നാമം എടുത്ത് പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇന്ത്യൻ പതാക ഉയർത്തുമ്പോൾ പറയുന്നത് ഭാരത് മാതാ കി ജയ് എന്ന് പറയണം. അതിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പന്തികേടില്ല. നേരെ മറിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ഈ ജയ ശ്രീറാം എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ ഇവർ അതിനെ ഉടനെ സംഘീവൽക്കരണമായിട്ട് വരുമല്ലോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അതായത് നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ ഇവരാരും ഈ വന്ദേ മാതരത്തെ അധിക്ഷേപിച്ചതിൽ ആർക്കും ഒരു പരാതിയുമില്ല, പ്രശ്നവുമില്ല. അതേസമയം നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ കലാപമായി, ബഹളമായി, അതായി ഇതായി, പോലീസ് അറസ്റ്റായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില പ്രത്യേക മാധ്യമങ്ങൾ അതിന്റെ റൂട്ട് മാപ്പ് പോലും തയ്യാറാക്കി അന്തിച്ചർച്ച വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇതിനെയല്ലേ നമ്മൾ ശരിക്കും പ്രീണന രാഷ്ട്രീയം എന്ന് വിളിക്കേണ്ടത്. കാരണം പ്രീണിപ്പിച്ച് അതിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞപ്പോൾ ആ അളവ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലിനാണ്. ആ കെ.സി. വേണുഗോപാൽ കിട്ടേണ്ട മുഖ്യമന്ത്രി പദം തട്ടിയെടുത്തത് നമ്മളുടെ വി.ഡി. സതീശൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു പങ്ക് മുസ്ലിം ലീഗിനുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. കാരണം മുസ്ലിം ലീഗിനെ മുൻപന്തിയിൽ നിർത്തി ചരട് വലിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാണ് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ വന്ദേ മാതരം അംഗീകരിക്കാൻ പറ്റാത്തത്, നിലവിളക്ക് കൊളുത്തുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തത്. എന്നാൽ നമ്മുടെ എറണാകുളത്തെ അപ്പന്റെ അമ്പലത്തില് അതിന്റെ ഉദ്ഘാടനത്തിൽ നമ്മുടെ നടനായ മെഗാ സ്റ്റാറായ മമ്മൂക്ക നിലവിളക്ക് കൊളുത്തിയപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? പറയത്തില്ല. അതേസമയം നമ്മളുടെ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ പറയാത്ത കുത്തുവാക്കുകളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഒരിടത്ത് പറയാം ഒരിടത്ത് പറയാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നത്? ശരി, അപ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ ഭരണം മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഫാത്തിമ തഹ്ലിയ വന്നു കഴിഞ്ഞപ്പോൾ UDF ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം അതായത് ജനുവരി സമയത്തൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ CPM ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ മതവിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ മതക്കാരല്ലേ? അപ്പോഴൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്തരക്കാർ തല പൊക്കുന്നത് UDFന്റെ ഭരണകാലത്ത് മാത്രമാണെങ്കിൽ UDFന് കുറച്ച് പ്രീണന രാഷ്ട്രീയം കൂടുതലുള്ളത് കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ UDF ഇനി അതിന്റെ വളമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് ഇനി നമ്മൾ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ആദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇതേ മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞതാണ്, ചത്ത കുതിര എന്ന് വിളിച്ച് ആക്ഷേപിച്ചതാണ്, അധിക്ഷേപിച്ചതാണ്, അപമാനിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ അതേ ചത്ത കുതിരയുടെ പുറകെ കയറി അല്ലെങ്കിൽ പുറത്ത് കയറി കേരളം മൊത്തം പിടിച്ചടക്കുകയാണ്, പ്രീണന രാഷ്ട്രീയത്തിന് വശംവദനാകുകയാണ് നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും മറ്റു വകുപ്പുകളുമെല്ലാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ആവശ്യപ്പെട്ട വകുപ്പുകളെല്ലാം ലീഗിന് കൊടുത്തു. മാത്രവുമല്ല നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ഷംസുദ്ദീന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് പാർട്ടി ആയിക്കഴിഞ്ഞാൽ അതിലെ ഒരു അംഗമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മാത്രവുമല്ല ഇനിയിപ്പോൾ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോക്കിയാൽ OGM ജോണിന്റെ പേഴ്സണൽ സെക്രട്ടറി നോക്കിക്കഴിഞ്ഞാലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കേരളത്തില് അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് 14 ദിവസം എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയത്. ഒരു ത്രികോണ മത്സരമായിരുന്നു. ഈ ത്രികോണ മത്സരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അന്ന് ഉയർന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ലീഗ് പറയും നിയമം, ലീഗ് ഭരിക്കും കേരളം. ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം അന്ന് കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾക്ക് പലർക്കും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ആ പ്രബുദ്ധ മലയാളികൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്ത് തന്നെയാണെങ്കിലും യുവമോർച്ചയുടെ കനത്ത പ്രതികരണമാണ്, പ്രതിഷേധമാണ്. ഇങ്ങനെ തന്നെ പ്രതിഷേധിക്കണം. കാരണം നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന തരത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത്ര നെളിഞ്ഞിരുന്ന് ഇനി ആരും പോകേണ്ട കാര്യമില്ല. കാരണം മറ്റൊരു യുവതലമുറയുണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു എതിർശബ്ദമാകാൻ ഇവിടെ ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്നത് അവർക്കും നല്ലത് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും കോലം കത്തിക്കുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇതൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നു. അതിന്റെ അടിയിലെ കമന്റ് ബോക്സിലാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പാകിസ്ഥാനിലാണോ എന്ന് തോന്നിപ്പോവും. അത്തരത്തിലുള്ള കമന്റുകളാണ് അതിൽ വന്നിരിക്കുന്നത്, വിദ്വേഷ കമന്റുകളാണ് വന്നിരിക്കുന്നത്. കാരണം വന്ദേ മാതരം എന്ന് പറയുന്നത് സംഘികളുടെ പാട്ടാണെന്നാണ് ഇവർക്ക് വിചാരിച്ചു വച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ വന്ദേ മാതരം സംഘികളെ പാട്ടാണെങ്കിൽ പതാക ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അത് നമ്മന്റെ ന്യായീകരണമാണ്. ഇത്തരത്തിലുള്ള ന്യായീകരണമാണ് നമുക്ക് ഇരട്ടത്താപ്പായിട്ട് ഇവർക്ക് തന്നെ വരുന്നത്. ഒരിടത്തെല്ലാം ആകാം, മറ്റൊരിടത്താകാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ AICC കോൺഗ്രസിന്റെ ആസ്ഥാനമായ AICC വന്ദേ മാതരം മുഴുവനായി ആലപിച്ചപ്പോൾ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അത് പാടരുത്, നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലൊന്നും വഴങ്ങാതെ അത് മുഴുവനായി ആലപിക്കുകയാണ് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ചെയ്തത്. ഇത് സോണിയാഗാന്ധിന് മാപ്പ് പറയേണ്ടി വരും. കാരണം മാപ്പ് പറയിപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വന്ദേ മാതരത്തെ അനാദരിച്ചതിന് 3 വർഷം തടവും പിഴയും, എത്രയാണോ പിഴ അത് സോണിയാഗാന്ധിയിലൂടെ തന്നെ കൊടുത്ത് മാതൃകയാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇതിന് മറുപടി പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് വന്ദേ മാതരം ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത്? മുഹമ്മദ് അലി ജിന്നയുടെ പിന്മുറക്കാനാകാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചു വിട്ടത്. മാറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ മാറ്റം തന്നു. 10 വർഷം ഇവിടെ ഭരിച്ച ഒരു ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കി വലതുപക്ഷമായ UDF സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ ഇവിടുത്തെ ഇന്ത്യയിലെ ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന തരത്തിൽ വെട്ടിമുറിച്ച് മാറ്റാനായിട്ടല്ല നിങ്ങളെ ഇവിടെ അധികാരത്തിൽ കയറ്റിയത്.